ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതുപോലെ സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ബനാന കേക്ക് ഉണ്ടാക്കിയാലോ? ഇതിപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും സ്കൂൾ കൊടുത്തു വിടാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 എഗ്ഗാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരക്ക് പിടിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത്. നമുക്ക് സമയമെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നന്നായിട്ട് വരുള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ 1 കപ്പ് മൈദയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 3 എഗ്ഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എഗ്ഗ് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് കുറച്ചേച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. അത് കുറച്ചൊന്ന് ബീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു നുള്ളു ഉപ്പാണ് കേട്ടോ. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അടുത്തത് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള 1 കപ്പ് മൈദ കുറേശ്ശായിട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സായി വരുന്ന ടൈമിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത് 3 പഴമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലുള്ള സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ അത് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ തടവിയിട്ടാണ് കേട്ടോ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഡെക്കറേഷന് വേണ്ടിയിട്ട് കാഷ്നട്ടും ബദാമും ചേർത്തിട്ടുണ്ട്. ഇതൊരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ആയി വരും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.